ദുഃഖ്രോല പെരുന്നാളിനൊരുങ്ങി പറവൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളി. ജൂലൈ 2-3 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം. പറവൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ തോമസ് ലിഹായുടെ ദുഃഖ്രാനോ തിരുനാളനുബന്ധിച്ച് വലിയ നെയ്യപ്പ നേർച്ചയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രധാനമായും സന്താന സൗഭാഗ്യത്തിനായി ദമ്പതികൾ ഏറ്റു നടത്തുന്നതാണ് നെയ്യപ്പ നേർച്ച. 501 അപ്പവും അത്രയും തന്നെ പഴവും ഉൾപ്പെടുന്നതാണ് ഒരു ഓഹരി. പള്ളിയങ്കണത്തിൽ അടുപ്പ് കൂട്ടി വിശ്വാസികൾ ചേർന്നാണ് നെയ്യപ്പം തയ്യാറാക്കുന്നത്. ജൂലൈ 2-3 തീയതികളിലായാണ് പെരുന്നാളാഘോഷം. ജൂലൈ 2 വൈകിട്ട് 5 മണിക്ക് പെരുന്നാളിന് കൊടികയറും. തുടർന്ന് സന്ധ്യാപ്രാർത്ഥനയും നടക്കും. 3-ാം തീയതി രാവിലെ 7:30 പ്രഭാത പ്രാർത്ഥനയും 8:30 3-ന്മേൽ കുർബാനയും ഉണ്ടാകും. പള്ളിയിൽ നിന്നും 2 കുടുംബങ്ങൾക്ക് നൽകുന്ന 5 സെന്റ് സ്ഥലത്തിന്റെ രേഖകളുടെ കൈമാറ്റവും തുടർന്ന് പ്രദക്ഷിണവും നേർച്ച വിളമ്പിലും നടക്കും. പെരുന്നാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി വികാരി ഫാദർ എൽദോ ആലുക്ക, സഹവികാരിമാരായ ഫാദർ എൽദോ വർഗീസ് കുളങ്ങര, ഫാദർ ഡോൺ പോൾ താടിക്കാരൻ, സെക്രട്ടറി പ്രൊഫസർ രഞ്ജൻ എബ്രഹാം, കൺവീനർ ഷെൽബി പൗലോസ് തുടങ്ങിയവർ അറിയിച്ചു. വടക്കം പറവൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ ജൂലൈ 3 തോമസ് ലിഹായുടെ ദുഃഖ്രോന പെരുന്നാളിനോടനുബന്ധിച്ചുള്ള വലിയ നെയ്യപ്പം നേർച്ചയുടെ ക്രമീകരണങ്ങളാണ് ഇവിടെ പള്ളിക്കാര്യത്തിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സന്താനലബ്ധിക്ക് വേണ്ടി നവദമ്പതികളാണ് ആദ്യമായി ഈ നേർച്ച കാര്യങ്ങൾ ഇവിടെ ക്രമീകരിച്ചു വന്നതെങ്കിൽ തന്നെയും ഇപ്പോൾ ഈ നെയ്യപ്പ നേർച്ച അനേക കാര്യസാധ്യങ്ങൾക്കായിട്ട് വിശ്വാസികൾ വഴിപാടായി ഏറ്റെടുത്ത് നടത്തുകയാണ്. പള്ളിയിൽ നിന്ന് ഇത് ക്രമീകരിക്കുമ്പോൾ 4 ദിവസങ്ങളായി ഇവിടെ 300ഓളം ആളുകൾ സാവധാനമായി തന്നെ ഈ നേർച്ച ക്രമീകരിച്ച് ഏകദേശം 20,000-ഓളം അപ്പം ക്രമീകരിക്കപ്പെട്ട് ഈ പെരുന്നാളിൻ്റെ കുർബാനയ്ക്ക് ശേഷം ഭക്തജനങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടെ വന്നു ചേരുന്ന നാനാജാതി മതസ്ഥർക്കുമായിട്ട് പള്ളിക്കാര്യത്തിൽ നിന്ന് വിതരണം ചെയ്യുകയാണ്. ഈ പെരുന്നാൾ ഏറെ ശ്രദ്ധയുള്ളതാണ് എന്നുള്ളത് പരിശുദ്ധനായ തോമസ് ലിഹായുടെ നാമത്തിലുള്ള ഈ പള്ളിയിൽ നടത്തപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടെ മാർ തോമസ് ലിഹായുടെ ഈ ദുഃഖ്രോന പെരുന്നാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാർ തോമസ് ലിഹായുടെ നാമത്തിലാണ് ഈ പള്ളിയിലെ മുഖ്യ പ്രോഗ്രാംസ്. ഈ പള്ളി സ്ഥാപിതമായ കാലം തൊട്ട് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ആരംഭിച്ച തോമസ് ലിഹയുടെ ദുഃഖ്രോന പെരുന്നാളാണ് നെയ്യപ്പം നേർച്ചയാണ് ആരംഭിച്ചത്. പിന്നീട് അത് ഈ ഇടവഴിയിൽ നിന്ന് വിവാഹിതരാകുന്ന നവദമ്പതികൾ സന്താന ലാഭത്തിനും മറ്റ് കാര്യസാധ്യത്തിനുമായി പെരുന്നാൾ ഏറ്റുകഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ആ നേർച്ചയിലൂടെ അവർക്ക് സിദ്ധിക്കുകയുണ്ടായി. ഇത് കേട്ടറിഞ്ഞ പരിസര ഈ പള്ളിയുടെ പരിസരത്തുള്ള മറ്റ് ക്രൈസ്തവരും അക്രൈസ്തവരും ഈ നേർച്ച ഏറ്റെടുത്ത് നടത്തി വരുന്നു. അങ്ങനെ ഇത് ലോക പ്രസിദ്ധമായി. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും കേരള ഒട്ടാകെയുള്ള ആളുകൾ ഇവിടെ വന്ന് ഈ നേർച്ച നേർന്ന് സന്താന സൗഭാഗ്യം ലഭിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പെരുന്നാളിലേക്ക് എല്ലാവരെയും, എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.